Hello students, welcome to lesson 3.22 in professional business skills. The topic for this lesson is social network analysis. We'll get ourselves introduced to social network analysis in this lesson. Social network എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിലേക്ക് പോകുന്നതിന് മുൻപ് സോഷ്യൽ നെറ്റ്വർക്ക് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്കിത് വളരെ പരിചിതമായ ഒരു പദമാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്കിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കേണ്ടത് ഇപ്രകാരമാണ്. നമ്മളെല്ലാവരും പല കാരണങ്ങൾ കൊണ്ട് വിവിധമായ സോഷ്യൽ നെറ്റ്വർക്ക് സോഷ്യൽ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ് അല്ലെ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ്. അപ്പൊ ഈ ഗ്രൂപ്പുകൾ എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മള് വ്യക്തികൾ തമ്മിൽ നമ്മൾക്ക് അടുപ്പങ്ങളുണ്ട്. വ്യക്തികളായിട്ട് നമുക്ക് അടുപ്പം. ഈ അടുപ്പത്തിന്റെ കാരണം എന്തായിരിക്കും? നമ്മൾക്ക് വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഏതെല്ലാം ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ്? നമ്മളുടെ കുടുംബം ഒരു ഗ്രൂപ്പാണ്, നമ്മുടെ ഫാമിലി ഒരു ഗ്രൂപ്പാണ്. അത് ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി ആകാം, അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഫാമിലി, കസിൻസ്, വലിയപ്പന്മാര്, ഇളയപ്പന്മാര്, ഇങ്ങനെയൊക്കെയുള്ള എക്സ്റ്റെൻഡഡ് ഫാമിലി ആകാം. സ്വന്തം കുടുംബം, ഞാൻ, അപ്പൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, ഇങ്ങനെയുള്ള അമ്മാമ, പാപ്പൻ അല്ലെങ്കിൽ വലിയപ്പൻ, ഇങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് ഫാമിലി ആകാം. അതല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്, നിങ്ങൾ BBA അല്ലെങ്കിൽ BCom ആണെങ്കിൽ ആ ക്ലാസിന്റെ ഒരു ഗ്രൂപ്പ് ആകാം. നിങ്ങളൊരു പ്രത്യേക സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ, ഇരിങ്ങാലക്കുട ആണെങ്കിൽ ഇരിങ്ങാലക്കുട ബോയ്സ് എന്നോ അല്ലെങ്കിൽ ഇരിങ്ങാലക്കുട KL45 എന്നൊക്കെയുള്ള പലവിധ ഗ്രൂപ്പുകൾ നാട്ടിലുണ്ട്. അപ്പൊ ഇതില് അംഗങ്ങളാകാം. ഇനി അതല്ല, നിങ്ങൾ പ്രത്യേക ഈശ്വര വിശ്വാസ അല്ലെങ്കിൽ ഒരു മതവിശ്വാസി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പുകളാകാം. വിവിധ രീതിയിലുള്ള ഗ്രൂപ്പുകളുണ്ടല്ലേ. നമ്മൾ നോക്കിയാൽ സമുദായ സംഘടനകളുടെ ഗ്രൂപ്പുകളുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രിൻസിപ്പിൾസിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയും ഒരു ഗ്രൂപ്പ് ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല വിധത്തിലുള്ള ഗ്രൂപ്പുകളിൽ നമ്മൾ അംഗങ്ങളാണ്. ഇത് വ്യക്തിപരമായ ബന്ധങ്ങളിൽ നിന്നുള്ളവാകുന്ന ഗ്രൂപ്പുകളുണ്ട്, സ്ഥാപനങ്ങളിൽ നിന്നുള്ളവാകുന്ന ഗ്രൂപ്പുകളിലുള്ള അംഗത്വങ്ങളുണ്ട്. സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മൾ പാർട്ടി അല്ലെങ്കിൽ ഒരു മതപരമായ സംഘടന, അതല്ലെങ്കിൽ ഒരു കോളേജിലെ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ അതൊരു സ്ഥാപനത്തുമായി ബന്ധപ്പെട്ടുള്ള ഗ്രൂപ്പ് അംഗത്വമാണ്. ഇനി ഇത് തന്നെ ചില വിശ്വാസ സംഹിതകൾ, നമ്മൾ ചില കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട്, അതാണ് നമ്മൾ പറഞ്ഞ പാർട്ടി തത്വങ്ങൾ അല്ലെങ്കിൽ മതപരമായ വിശ്വാസങ്ങൾ, ഇതിൽ ബന്ധപ്പെട്ട ഗ്രൂപ്പുകളാണ്. ഇനി അതല്ലെങ്കിൽ സമാനമായ താല്പര്യങ്ങളുള്ളവർ, ചിലർക്ക് ഡാൻസ്, ക്രാഫ്റ്റിലൊക്കെ താല്പര്യമുള്ളവർ, സ്പോർട്സിൽ താല്പര്യമുള്ളവർ മറ്റൊരു ഗ്രൂപ്പ്, യാത്രകൾ, ഡ്രൈവിംഗ്, ഇങ്ങനെയൊക്കെ താല്പര്യമുള്ളവരുടെ മറ്റൊരു ഗ്രൂപ്പ്. അപ്പൊ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ആള് പല കാര്യങ്ങൾ കൊണ്ട് പല ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ്. ഇത്തരം അംഗങ്ങളായിരിക്കുന്ന ഗ്രൂപ്പുകളിൽ നമ്മളുടെ ബന്ധം നമ്മൾ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് മനുഷ്യര് വിവിധ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാണ്. ഒന്നാമത്തെ കാര്യം. ഈ ഗ്രൂപ്പുകളിൽ അംഗത്വം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ഒന്ന്, നമ്മളുടെ കുടുംബ ബന്ധങ്ങളുടെ പേരിലാകാം, ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് വരുന്നതുകൊണ്ടാകാം, പ്രത്യേക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാകാം, പ്രത്യേക വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടാകാം, പ്രത്യേക താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വ്യക്തികൾ മറ്റു വ്യക്തികളായിട്ടും മറ്റു സ്ഥാപനങ്ങളൊക്കെ ആയിട്ടും, ഒരു സ്ഥാപനത്തിന് മറ്റൊരു സ്ഥാപനങ്ങളൊക്കെ ആയിട്ടും ഒക്കെ ബന്ധം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഈ ബന്ധം നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ ബന്ധം നമ്മൾ പ്രകടമാക്കുമ്പോൾ, നമ്മൾ ഡിജിറ്റൽ മാധ്യമത്തിലൂടെ നമ്മൾ ഈ ബന്ധം നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നു. നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ, നിങ്ങൾ അംഗമായിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിങ്ങൾ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം നിങ്ങളുടെ ഫേസ്ബുക്കിൽ അംഗങ്ങളാണ്. നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു, നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, ഉടനെ അവർ നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ പെടുന്നു. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേക താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ ആ താല്പര്യം ഉള്ളവരുടെ ഗ്രൂപ്പിൽ നിങ്ങൾ മെമ്പർഷിപ്പിന് ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റ് അയക്കുന്നു, അവരെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ആ ഗ്രൂപ്പിൽ അംഗമായി. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? നിങ്ങൾ ഈ ഗ്രൂപ്പിൽ അംഗമായതുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നു, അവർ ചില കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നു, അത് നിങ്ങൾ കൈയടിക്കുന്നു, അല്ലെങ്കിൽ അതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. യാത്രാപ്രിയനായ ഒരാളാണെങ്കിൽ, സഞ്ചാരപ്രിയനായ ഒരാളാണെങ്കിൽ നിങ്ങൾ മൂന്നാർ പോയതിന്റെ ഫോട്ടോസ് ഇടുന്നു. ഉടനെ ആ ഗ്രൂപ്പിൽപ്പെട്ട മറ്റാളുകൾ നിങ്ങളെ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, എത്ര ദിവസത്തേക്ക് അവിടെ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പൊ നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആണ് ഈ ഗ്രൂപ്പിൽ നടക്കുന്നത്. ഇത്തരം എക്സ്പ്രഷൻ ഡിജിറ്റൽ മാധ്യമത്തിലൂടെ നടക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡിജിറ്റൽ മാധ്യമം എന്ന് പറയുന്നത് പലതാകാം. ഡിജിറ്റൽ മാധ്യമം എന്ന് പറയുന്നത് ഒന്നുകിൽ ഫേസ്ബുക്ക് പോലെ ഒരു ആപ്പ് ആകാം,
വാട്സാപ്പ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആകാം, ഇൻസ്റ്റഗ്രാം ആകാം. പല രീതിയിൽ നിങ്ങളുടെ സോഷ്യൽ റിലേഷൻഷിപ്പ്, നിങ്ങൾ അംഗമായിരിക്കുന്ന, പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ അംഗമായിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിങ്ങളുടെ ബന്ധം, ആ ഗ്രൂപ്പുമായിട്ടുള്ള ബന്ധം നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ആകുമ്പോൾ അതിനെ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നു. നിങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ അംഗമായ നിങ്ങളും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം പ്രകടിപ്പിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ സംവിധാനത്തിലൂടെ ആകുമ്പോൾ അതിനെ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ 2-3 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കാനുള്ളത്. ഒന്ന്, നിങ്ങളൊരു ഗ്രൂപ്പിൽ അംഗമാണ്. 2, ഈ ഗ്രൂപ്പിൽ അംഗമായ നിങ്ങൾ മറ്റുള്ളവരുമായി ഉള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾ പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു, നിങ്ങൾ ചിത്രങ്ങളിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു, നിങ്ങളുടെ ചില വാക്കുകളിലൂടെ അല്ലെങ്കിൽ അഭിനന്ദനം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൂടെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ആദ്യത്തേത് ഗ്രൂപ്പിൽ അംഗമാണ്. ഗ്രൂപ്പിൽ അംഗമാകാൻ പല കാരണങ്ങളുണ്ട്. കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അംഗമായ നിങ്ങളുടെ ബന്ധം, ഈ ഗ്രൂപ്പിൽ മറ്റുള്ളവരുമായുള്ള ബന്ധം നിങ്ങൾ പ്രകടിപ്പിക്കുന്നു, എക്സ്പ്രസ് ചെയ്യുന്നു. 3, ഈ ഗ്രൂപ്പിൽ അംഗമാകുന്നതും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതും, ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതും സോഷ്യൽ മീഡിയയിലൂടെയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ ആകുമ്പോൾ അതിനെ നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയും. ഉദാഹരണമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് ആയാലും, വാട്സാപ്പ് ആയാലും, ഇൻസ്റ്റാഗ്രാം ആയാലും, മെസ്സഞ്ചർ ആയാലും, ഇതെല്ലാം സോഷ്യൽ നെറ്റ്വർക്കിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ സോഷ്യൽ നെറ്റ്വർക്കിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് സോഷ്യൽ നെറ്റ്വർക്കിൽ അംഗങ്ങളായ ആളുകൾ ഇത്തരത്തിൽ അവരുടെ സോഷ്യൽ നെറ്റ്വർക്കിലെ റിലേഷൻഷിപ്പ്, ബന്ധം പ്രകടിപ്പിക്കുമ്പോൾ ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് ഡേറ്റ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ സോഷ്യൽ നെറ്റ്വർക്കിൽ നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ, നിങ്ങൾ ആ നെറ്റ്വർക്കിൽ ഒരു അംഗമായതുകൊണ്ടും ആ നെറ്റ്വർക്കിലെ ബാക്കി അംഗങ്ങളായിട്ട് നിങ്ങൾക്ക് ബന്ധമുള്ളത് കൊണ്ടുമാണ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഗ്രൂപ്പിൽ അംഗത്വം ഇല്ലെങ്കിൽ, നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ആരുമായിട്ടും ഒരു ബന്ധവും പുലർത്തുന്നില്ലെങ്കിൽ അവിടെ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് വരുന്നില്ല. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ, ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ചേർന്നാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാനമായ താല്പര്യങ്ങളുള്ളവർ ചേർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിൽ നിങ്ങൾ പരസ്പരം ആശയങ്ങളും പരസ്പരം നിങ്ങളുടെ പല അഭിപ്രായങ്ങളും നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് അതൊരു സോഷ്യൽ നെറ്റ്വർക്കായി മാറുന്നത്. അപ്പൊ സോഷ്യൽ നെറ്റ്വർക്കിൽ നിങ്ങൾ ഇടപെടുമ്പോൾ വളരെയധികം ഡേറ്റ ഉത്പാദിപ്പിക്കപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് ആകാം, പിക്ചേഴ്സ് ആകാം, വീഡിയോ ആകാം, ഫയലുകളാകാം. പല രീതിയിൽ നിങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിൽ നിങ്ങൾ എക്സ്പ്രഷൻസ് നടത്തുമ്പോൾ ഡേറ്റ ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഇത്രയാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തത് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിലേക്ക് കടക്കുന്നു. എന്തുകൊണ്ട് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ്? സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിന്റെ പഠനം പ്രാധാന്യം അർഹിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്, ബന്ധം സ്ഥാപിക്കപ്പെടുന്നതിന് കാരണമായിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്. ഗ്രൂപ്പിലെ അംഗങ്ങളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്. എന്തുമാത്രം സ്വാധീനമാണ് ഓരോ കാര്യങ്ങളും ഒരു ഗ്രൂപ്പിൽ സ്വാധീനിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പിൽ അംഗങ്ങളായ വ്യക്തികളെ കുറിച്ചും ആ പൊതുവെ ആ ഗ്രൂപ്പിനെ കുറിച്ചും അവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്, എന്തൊക്കെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾക്ക് ആ ഗ്രൂപ്പിനെ സ്റ്റഡി ചെയ്യുന്നത് വഴി അറിയാൻ സാധിക്കുന്നു. ഗ്രൂപ്പിലെ അംഗങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് ആ ഗ്രൂപ്പിനെ പഠിക്കുന്നത് വഴി മനസ്സിലാക്കുന്നു. ഈ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കൃത്യമായ ധാരണ കിട്ടും ഈ ഗ്രൂപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഈ ഗ്രൂപ്പ് എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ഈ ഗ്രൂപ്പിൽ മേൽക്കൈ ഉള്ളത് ആർക്കാണ്, കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ളത് ആർക്കാണ്, ആരാണ് ലീഡർ, ആരാണ് ഫോളോവേഴ്സ്, ലീഡർക്ക് എന്തുമാത്രം സ്വാധീനമുണ്ട് ഫോളോവേഴ്സിന്റെ മേൽ. ഇത്തരം കാര്യങ്ങൾ, അതായത് റിലേഷൻഷിപ്പിന്റെ പാറ്റേൺ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ആദ്യത്തേത് നമുക്ക് ഗ്രൂപ്പിലെ അംഗങ്ങളെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ആ ഗ്രൂപ്പിലെ വ്യക്തികളെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ആദ്യത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യമായിട്ട് വരുന്നത്,
രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഗ്രൂപ്പിൽ ഏത് അളവ് വരെ റിലേഷൻഷിപ്സ് ഫോം ചെയ്യുന്നു, റിലേഷൻഷിപ്പുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പൊ റിലേഷൻഷിപ്പിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? റിലേഷൻഷിപ്സിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലെ ലീഡർഷിപ്പ് പൊസിഷൻ ആർക്കാണ്, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഈ ഗ്രൂപ്പിൽ ഫോളോവേഴ്സിന് ലീഡറെ എത്രമാത്രം ഡിപ്പെൻഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ലീഡർക്ക് ഫോളോവേഴ്സിന്റെ മേൽ എന്തുമാത്രം സ്വാധീനമുണ്ട്, ലീഡേഴ്സിന് ഫോളോവറുടെ മേൽ എന്തുമാത്രം സ്വാധീനമുണ്ട്, ലീഡർ പറഞ്ഞാൽ ഫോളോവർ അനുസരിക്കുമോ, അല്ലെങ്കിൽ ഫോളോവേഴ്സിന്റെ അഭിപ്രായം ലീഡർ കണക്കിലെടുക്കുന്നുണ്ടോ, എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകതകൾ. ഇതാണ് അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഓരോ ഗ്രൂപ്പിലും ബന്ധങ്ങൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത്, ബന്ധങ്ങളുടെ ആഴം എന്താണ്, ബന്ധങ്ങളുടെ സ്വാധീനം എന്തെല്ലാമാണ്, ഇതെല്ലാം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചില പാറ്റേൺസ്, ചില ട്രെൻഡ്സ് ഇതിൽ നിന്ന് മനസ്സിലാകും. പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പിന് സിമിലർ ആയിട്ട് നേതാവ് അഭിപ്രായം പറഞ്ഞാൽ ഗ്രൂപ്പിലെ അംഗങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്, ഒരു പാറ്റേൺ ആണ്. ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൽ ഒരു വസ്തുവിനെ കുറിച്ചോ ഒരു ഉൽപ്പന്നത്തെ കുറിച്ചോ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അത് അംഗീകരിക്കുന്നുണ്ട്. അവർക്ക് സമാനമായ കാര്യങ്ങളെ കുറിച്ച് സ്വാധീനിക്കാൻ, അവരുടെ ചിന്തയെ സ്വാധീനിക്കാൻ ഇയാൾക്ക് സാധിക്കുന്നു. ഒരു പർട്ടിക്കുലർ ഉൽപ്പന്നം വാങ്ങിച്ചു, അത് മോശമായ സർവീസാണ് എനിക്കുണ്ടായത് എന്ന് ഗ്രൂപ്പിലെ ഒരു അംഗം പറയുമ്പോൾ ബാക്കിയുള്ള അംഗങ്ങൾ അത് ശരിവെക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽപ്പെട്ട ആരും തന്നെ പിന്നീട് ആ ഉൽപ്പന്നത്തെ കുറിച്ച് പോസിറ്റീവായ ഒരു മൈൻഡ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഇത് ഗ്രൂപ്പിലെ റിലേഷൻഷിപ്പ് എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതിന്റെ എക്സാമ്പിളാണ്. ഗ്രൂപ്പിൽ ഒരു വ്യക്തി പറഞ്ഞ കാര്യം ബാക്കിയുള്ളവരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതാണ് ഗ്രൂപ്പിൽ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്രൂപ്പിലെ വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഗ്രൂപ്പിലെ വ്യക്തികൾ തമ്മിൽ വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ബാക്കി വ്യക്തികളുടെ തീരുമാനങ്ങളെയും അത് സ്വാധീനിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങി, എനിക്ക് മോശം സർവീസാണ്, ഞാൻ ഗ്രൂപ്പിൽ അതിനെക്കുറിച്ച് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്നത് എന്താണ്? ആ ഗ്രൂപ്പിൽപ്പെട്ട ആരും, ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ വലിയ ഗ്രൂപ്പുകളായിരിക്കും, ആ ഗ്രൂപ്പിൽപ്പെട്ട എല്ലാവർക്കും നമ്മളുടെ ഉൽപ്പന്നത്തെ കുറിച്ച് മോശം അഭിപ്രായമാണ്. നമ്മുടെ സെയിൽസ് താഴത്തേക്ക് പോകാൻ വേറൊന്നും വേണ്ട. അപ്പൊ ഇത് ഈ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സ്വാധീന ശക്തി ഗ്രൂപ്പുകൾക്കുള്ളത് കൊണ്ട് ഗ്രൂപ്പിനെ, സോഷ്യൽ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള അനാലിസിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്തരം റിലേഷൻഷിപ്പുകൾ പഠിക്കുന്നതിനും ഗ്രൂപ്പുകളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് മനസ്സിലാക്കുന്നത് എന്നതിനും സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഉപയോഗിക്കുന്നു. ആളുകൾ എന്തുകൊണ്ട് ചില പ്രത്യേക രീതിയിൽ പെരുമാറുന്നു, ഗ്രൂപ്പിൽ ആളുകളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇത്രയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പല രീതിയിലുള്ള മറ്റ് മേഖലകളിൽ നിന്നുള്ള ഇൻപുട്സ് കൂടി നമുക്ക് വേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ നമുക്കറിയാം, ഓർഗനൈസേഷണൽ ബിഹേവിയർ, നിങ്ങളുടെ തേർഡ് സെമസ്റ്ററിൽ പലർക്കും പഠിക്കാനുള്ള ഒരു വിഷയമാണ് ഓർഗനൈസേഷണൽ. തേർഡ് സെമസ്റ്ററിൽ തേർഡ് ഇയറിൽ പഠിക്കുന്ന ഒരു വിഷയമാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പോൾ വ്യക്തി, ഗ്രൂപ്പുകൾ, ലീഡർഷിപ്പ്, ആറ്റിറ്റ്യൂഡ്സ്, പെർസെപ്ഷൻ, പേഴ്സണാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കയറി വരുന്നുണ്ട് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അപ്പൊ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ചെറിയ ഓർഗനൈസേഷനാണ്. അപ്പൊ ഇതിലെ ആളുകൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ പെരുമാറുന്നത്, എന്താണ് അവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നത്, എന്താണ് അവരുടെ പെരുമാറ്റം സ്വാധീനിക്കാത്തത്, ഏത് അളവ് വരെ സ്വാധീനിക്കും എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ മാത്തമാറ്റിക്കൽ മോഡൽസ്, സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് ഈ പറയുന്ന ഡിസിപ്ലിൻസിൽ നിന്നെല്ലാം, OBയിൽ നിന്നും മാത്തമാറ്റിക്സിൽ നിന്നെല്ലാം കടം വാങ്ങുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്, സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തത്, സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക ടേംസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തേത് സെൻട്രാലിറ്റി. സെൻട്രാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ നെറ്റ്വർക്ക് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആ ഗ്രൂപ്പിലുള്ള ഇൻഫർമേഷൻ ഫ്ലോയിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് നമ്മൾ ആ ഗ്രൂപ്പിൽ സെൻട്രൽ പേഴ്സൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ വ്യക്തിയുടെ ഒരു പൊസിഷനെയാണ് നമ്മൾ സെൻട്രാലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിൽ സാന്നിധ്യം ഉറപ്പിച്ചു നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ആ ഗ്രൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത്, ആ വ്യക്തിയാണ് ആ ഗ്രൂപ്പിലേക്ക് ഇൻഫർമേഷൻ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെയാണ് നമ്മൾ സെൻട്രൽ പേഴ്സൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഒരു സെൻട്രൽ പേഴ്സൺ ഉള്ള ഗ്രൂപ്പിന് നമ്മൾ സെൻട്രാലിറ്റി ഉണ്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഇപ്പൊ നമുക്ക് പലപ്പോഴും നമുക്കറിയാം, വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ പലപ്പോഴും അഡ്മിന്മാരാണ് സെൻട്രൽ പേഴ്സൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഒരുപാട് അഡ്മിൻ ഉള്ള ഗ്രൂപ്പാണെങ്കിൽ അതിന് സെൻട്രാലിറ്റി ഇല്ല. നേരെ മറിച്ച് ഒരു ഗ്രൂപ്പിൽ ഒരു അഡ്മിനാണുള്ളത്,
ആ അഡ്മിനാണ് ആൾക്കാരെ മെമ്പേഴ്സ് ആക്കുന്നതും ബാക്കി കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പിന് സെൻട്രാലിറ്റി ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെയാണ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ആരാണ് നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നമ്മൾക്ക് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ ആ ഗ്രൂപ്പിൽ സെൻട്രൽ പേഴ്സൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അപ്പൊ ഇതിനാണ് നമ്മൾ സെൻട്രാലിറ്റി എന്ന് പറയുന്നത്. ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഫ്ലോയും മറ്റു കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പിന് ഒരു സെൻട്രലൈസ്ഡ് ഗ്രൂപ്പ്, സെൻട്രാലിറ്റി ഉള്ള ഗ്രൂപ്പ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ട് ഈ വ്യക്തിക്ക് ബാക്കിയുള്ളവരുടെ മേൽ സ്വാധീനം ഉണ്ടാകും. ആ വ്യക്തിക്ക് ബാക്കിയുള്ളവരുടെ മേൽ സ്വാധീനം ഉണ്ടാകും. അതേപോലെ തന്നെ ഒരു പ്രശ്നമാണ് ആ ഗ്രൂപ്പിലുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഫെയിലിയർ ഇഷ്യൂസോ ഏതെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആ വ്യക്തിയുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇരിക്കും. അപ്പൊ ആ വ്യക്തിക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ആ വ്യക്തിക്ക് പവർ ഉണ്ട്. അതോടൊപ്പം തന്നെ ആ വ്യക്തിക്ക് പരാജയങ്ങളുടെ ഭാരം കൂടെ ഏറ്റെടുക്കേണ്ടി വരും. ആ വ്യക്തിയാണ് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്ന് വരികയാണെങ്കിൽ അത് ആ വ്യക്തിയുടെ ഉത്തരവാദിത്തമായി മാറുന്നു. ഇപ്പൊ സെൻട്രാലിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിന് അതിൻ്റെതായ ഗുണമുണ്ട്, അതിൻ്റെതായ ദോഷമുണ്ട്. ഒരു വ്യക്തിക്ക് ഗ്രൂപ്പിലെ എല്ലാവരെയും സ്വാധീനിക്കാൻ സാധിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു വ്യക്തിയെ മാത്രം സ്വാധീനിച്ചാൽ മതി. നമ്മൾ ആ വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്താൽ ആ വ്യക്തി, സെൻട്രലായ വ്യക്തി ബാക്കിയുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്തോളും. അതേസമയം ആ വ്യക്തിക്ക് നമ്മൾ ഏൽപ്പിച്ച കാര്യം ആ വ്യക്തി കൃത്യമായിട്ട് ബാക്കിയുള്ളവരെ അറിയിച്ചില്ലെങ്കിൽ അവിടെ നമ്മളുടെ മിഷൻ പരാജയപ്പെടുകയാണ്. നമ്മളുടെ ഉദ്യമം അവിടെ പരാജയപ്പെട്ടു. സ്വാധീനിക്കുക എന്നുള്ള ഉദ്യമം പരാജയപ്പെട്ടു. ആ വ്യക്തി നമ്മളോട് സ്വാധീനിച്ചോളാം എന്നുള്ള രീതിയിൽ പെരുമാറുകയും തുടർന്ന് സ്വാധീനിക്കേണ്ട എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ അധ്വാനം വെറുതെയാണ്. കാരണം പക്ഷെ വേറൊരാളെ ഉപയോഗിച്ച് നമുക്ക് ആ ഗ്രൂപ്പിനെ സ്വാധീനിക്കാൻ സാധിക്കില്ല. അപ്പൊ ഒരു വ്യക്തി ഗ്രൂപ്പിലേക്ക് ഉള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി ആ ഗ്രൂപ്പിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ, ഒരേ ഒരു വ്യക്തിയാണുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സെൻട്രലൈസ്ഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ സെൻട്രാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് വിശേഷിപ്പിക്കുന്നു. രണ്ടാമത്തേത് ബിറ്റ്വീൻനെസ്. ബിറ്റ്വീൻനെസ് എന്ന് പറയുമ്പോൾ പദം തന്നെ നമുക്ക് മനസ്സിലാക്കാം. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ ഇടയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ബീയിങ് ഇൻ ബിറ്റ്വീൻ എന്ന് പറയുന്നത്, അല്ലെ? ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയിൽ എന്നാണ് അർത്ഥം. അപ്പൊ ബിറ്റ്വീൻനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി എത്രമാത്രം ട്രാൻസാക്ഷനുകളുടെ ഇടയിൽ നിൽക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ബിറ്റ്വീൻനെസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരേ ഒരു വ്യക്തി തന്നെ പല ഗ്രൂപ്പുകളിൽ അംഗമാവുകയാണ് എന്ന് കരുതുക. അപ്പൊ അയാളുടെ ബിറ്റ്വീൻനെസ് കൂടുതലാണ്. കാരണം അനേകം ഗ്രൂപ്പുകളിലെ ഇൻഫർമേഷൻ അയാളിലൂടെ കടന്നു പോകുന്നുണ്ട്. 60 പേരുള്ള ഒരു ക്ലാസ്സിൽ നിങ്ങൾ അംഗമാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ 60 പേരുടെ ഇടയിൽ നിങ്ങൾക്കൊരു ബിറ്റ്വീൻനെസ് ഉണ്ട്. ഇത് കൂടാതെ നിങ്ങൾ വേറെ ഒരു 15 ഗ്രൂപ്പിൽ അംഗങ്ങളാണെങ്കിൽ ഈ 15 ഗ്രൂപ്പിലും നിങ്ങൾക്ക് ബിറ്റ്വീൻനെസ് ഉണ്ട്. അതേസമയം നിങ്ങളിലൂടെ എല്ലാ വ്യക്തികളും നിങ്ങൾ ഈ ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലൂടെ വന്നു പോകുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ ഓരോ വ്യക്തിയും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പിൽ ഓരോ വ്യക്തിയും ആ ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. അതേസമയം നിങ്ങൾ പരസ്പരം നിങ്ങൾ വേറെ കാര്യമായിട്ട് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യണില്ലെങ്കിൽ പോലും നിങ്ങൾ പല ഗ്രൂപ്പുകളിലും അംഗമാണെങ്കിൽ നിങ്ങൾ ഒരു ഗേറ്റ് വേ നോഡ് ആയിട്ട് അറിയപ്പെടുന്നു. ഈ കൺസെപ്റ്റ് ഒന്നുകൂടെ വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ബിറ്റ്വീൻനെസ് എന്ന് പറയുന്നത് എത്ര കമ്മ്യൂണിക്കേഷനുകളുടെ ഇടയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ ബിറ്റ്വീൻനെസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലാസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബിറ്റ്വീൻനെസ് ഉണ്ട്. 60 ആളുകളുടെ ബിറ്റ്വീൻനെസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾ 60 ആളുടെ ബിറ്റ്വീൻനെസ് ആണുള്ളത്. ഇതുപോലെ നിങ്ങൾ മറ്റനേകം ഗ്രൂപ്പുകളിലും മെമ്പർ ആണെങ്കിൽ, മറ്റനേകം ഗ്രൂപ്പുകളിലും നിങ്ങൾ മെമ്പർ ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അതേ ഗ്രൂപ്പുകളിൽ എല്ലാം തന്നെയും നിങ്ങൾക്ക് ബിറ്റ്വീൻനെസ് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലും നിങ്ങൾക്കിടയിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ വന്ന് കയറി പോകുന്നത്. നിങ്ങൾ വേറൊരു മറ്റു 3-4 ഗ്രൂപ്പുകളിൽ മെമ്പറാണ്. അപ്പൊ അവിടെയും നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇൻഫർമേഷൻ വന്നു പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ ആ ഗ്രൂപ്പിൽ മെമ്പറാണ്. അപ്പൊ ഇവിടെ വരുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് എത്ര കൂടുതൽ ബിറ്റ്വീൻനെസ് ഉണ്ടോ അത്ര കൂടുതൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ കിട്ടുന്നുണ്ട്. നിങ്ങൾ അവിടെ ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഹയർ ബിറ്റ്വീൻനെസ് ഉണ്ടെങ്കിൽ, നിങ്ങളിലൂടെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വന്നു പോകുന്നുണ്ട്, നിങ്ങൾ ആ കമ്മ്യൂണിക്കേഷൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിൽ ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിറ്റ്വീൻനെസ് കൂടുകയാണ്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിങ്ങൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങൾ ഇടപഴകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്വീൻനെസ് കൂടുന്നു. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് നിങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നു, നിങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നു, ഉടനെ അതിന് 10 പേര് നിങ്ങളോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ബിറ്റ്വീൻനെസ് കൂടുകയാണ്. ആ കോൺവെർസേഷൻ ആ ഗ്രൂപ്പിൽ ബിറ്റ്വീൻനെസ് കൂടുകയാണ്. അപ്പൊ ഇതുപോലെ ബിറ്റ്വീൻനെസ് കൂടുന്തോറും നിങ്ങൾ കൂടുതൽ പവർഫുൾ ആയി മാറും. അപ്പൊ ഇങ്ങനെ പവർഫുൾ ആകുന്ന ഒരു വ്യക്തിയെ
അതേസമയം ഒരു ഗ്രൂപ്പിൽ അംഗമാണ്, പക്ഷെ നിങ്ങൾ ഒന്നും തന്നെ അതിൽ എൻഗേജ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ വരുന്നു പോകുന്നു, നിങ്ങൾ അതിന്റെ ആ ഗ്രൂപ്പിൽ ഒരു അംഗമാണെന്നുള്ളതല്ലാതെ അതിലുള്ള മൾട്ടിപ്പിൾ കാര്യങ്ങളിൽ നിങ്ങൾ ബിറ്റ്വീൻ വരുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ പല ഗ്രൂപ്പുകളിൽ മെമ്പറാണ്, ഓരോ ഗ്രൂപ്പിലെയും ഓരോ കാര്യത്തോടും നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളിലൂടെ കമ്മ്യൂണിക്കേഷൻ വന്നു പോകുന്നുണ്ട്, നിങ്ങൾ ഇൻവോൾവ് ആകുന്ന കമ്മ്യൂണിക്കേഷൻ വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹയർ ബിറ്റ്വീൻനെസ് ഉള്ളതായിട്ട് നമ്മൾ കാണും. അപ്പൊ ഹയർ ബിറ്റ്വീൻനെസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഹയർ ബിറ്റ്വീൻനെസ് പവറിനെ സൂചിപ്പിക്കുന്നു. കൂടുതൽ ഗ്രൂപ്പിൽ അംഗങ്ങളായി ഓരോ ഗ്രൂപ്പിലും നിങ്ങൾക്ക് വളരെയധികം കമ്മ്യൂണിക്കേഷനിൽ നിങ്ങൾ ഇൻവോൾവ് ആണെങ്കിൽ നിങ്ങൾക്ക് ബിറ്റ്വീൻനെസ് കൂടുതലുണ്ട്. ഇതാണ് ബിറ്റ്വീൻനെസ് എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ കൂടുതൽ ഗ്രൂപ്പുകളിൽ അംഗങ്ങളായി കൂടുതൽ എൻഗേജ് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ പാർട്ടാകുമ്പോൾ നിങ്ങൾക്ക് ബിറ്റ്വീൻനെസ് കൂടുതലാണ്. അപ്പൊ ഇത്തരം ബിറ്റ്വീൻനെസ് കൂടുതൽ ഉള്ള ആളുകളെ നമ്മൾ ഗേറ്റ് വേ നോഡുകൾ എന്ന് വിളിക്കുന്നു. ഗേറ്റ് വേ നോഡുകൾ എന്നാണ് പറയുന്നത്. ഗേറ്റ് വേ നോഡുകൾ പവർഫുൾ ആണ്. ഗേറ്റ് വേ നോഡുകൾ വളരെ പവർഫുൾ ആണ്. അവർക്ക് ബിറ്റ്വീൻനെസ് ചില ഗ്രൂപ്പുകളിൽ കുറവാണെങ്കിലും അവര് വിവിധ ഗ്രൂപ്പുകളിൽ അംഗങ്ങളാകുന്നത് കൊണ്ട് അവർക്ക് ബിറ്റ്വീൻനെസ് കുറവാണെങ്കിൽ പോലും അവര് വളരെ പവർഫുൾ ആയി മാറുന്നു. ഒരു ചെറിയ എക്സാമ്പിളിലൂടെ നമുക്ക് ഈ കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഒരു ക്ലാസ് ടീച്ചർ ഒരു ഗ്രൂപ്പിൽ, ക്ലാസിന്റെ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അംഗമാണ്. സ്വാഭാവികമായിട്ട് ഈ ഗ്രൂപ്പിലെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഈ ക്ലാസ് ടീച്ചറുമായി ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. എക്സാമിനേഷന്റെ ഡേറ്റ്, അസൈൻമെന്റിന്റെ സബ്മിഷൻ, സെമിനാറിന്റെ ഡീറ്റെയിൽസ്, ആ ടീച്ചർ എടുക്കുന്ന വിഷയം, ലോകകാര്യങ്ങൾ, ഇങ്ങനെ ഇതെല്ലാ കാര്യങ്ങളും കൂടെ ചേർന്നിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ ആ ടീച്ചറാണ് ഹൈ ബിറ്റ്വീൻനെസ് ഉള്ള ഒരാൾ. ഈ ഗ്രൂപ്പിലെ മിക്കവാറും സംസാരം ഈ ടീച്ചറുമായി ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് പോകുന്നത്. ടീച്ചറാണ് ആ ഗ്രൂപ്പിലെ സെൻട്രൽ പേഴ്സൺ. ടീച്ചർക്ക് ഒരുപാട് ബിറ്റ്വീൻനെസ് ഉണ്ട്. മിക്കവാറും എല്ലാ കോൺവെർസേഷനിലും ആ ടീച്ചർ കയറി വരുന്നുണ്ട്. ആ ടീച്ചറുമായി ബന്ധപ്പെട്ടാണ് സംസാരം വരുന്നതല്ല. ആ ടീച്ചർ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്താൽ അതിന്മേലായി ബന്ധപ്പെട്ട് എല്ലാ കുട്ടികളും റെസ്പോണ്ട് ചെയ്യുന്നു. ചില കുട്ടികൾക്ക് മറുപടി നൽകുന്നു, വേറെ ചില കുട്ടികളോട് ടീച്ചർ ഒരു കാര്യം ചോദിക്കുന്നു, അപ്പോൾ മറ്റു ചിലർ ആ കാര്യത്തിന് മറുപടി പറയുന്നു. ഇങ്ങനെ എല്ലാ ടീച്ചറുടെ ബിറ്റ്വീൻനെസ് കൂടുതലാണ്. ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് ബിറ്റ്വീൻനെസ് കൂടുതലാണ്. ഇതേ ക്ലാസ് ടീച്ചർ തന്നെ ബാക്കി സബ്ജക്ട്സ് എടുക്കുന്ന ടീച്ചേഴ്സിന്റെ ഗ്രൂപ്പിൽ മെമ്പറാണ് എന്ന് കരുതുക. ഇതേ ടീച്ചർ തന്നെ ബാക്കി ഇൻഡിവിജ്വൽ സബ്ജക്ട്സ് എടുക്കുന്ന ഗ്രൂപ്പുകളിൽ മെമ്പറാണ് എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ആ ഗ്രൂപ്പിൽ പക്ഷേ ഈ ടീച്ചർ സൈലന്റ് ആണ്. ആ ഗ്രൂപ്പിൽ ഈ ടീച്ചർ വലിയ കാര്യമായിട്ട് ഇൻവോൾവ് അല്ല. പക്ഷേ പല ഗ്രൂപ്പുകളിൽ അംഗമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഏത് സമയത്ത് വേണമെങ്കിലും ടീച്ചർക്ക് ആ ഗ്രൂപ്പിലെ കാര്യങ്ങൾ ഇടപെടാമെന്നുള്ളത് കൊണ്ടും ഈ ഗ്രൂപ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ടീച്ചർക്ക് അവയർനെസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടും ആ ടീച്ചർ ഒരു പവർഫുൾ ഗേറ്റ് വേ നോഡായി അറിയപ്പെടുന്നു. കാരണം ആ ടീച്ചറിലൂടെയാണ് ഇൻഫർമേഷൻ എല്ലാം വരുന്നതും പോകുന്നതും. നേരിട്ടല്ലെങ്കിലും ആ ടീച്ചർക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും ഇൻഫർമേഷൻ ഉണ്ട്. ഇതിനാണ് നമ്മൾ ഗേറ്റ് വേ നോഡ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻനെസ് എന്ന് പറയുന്നത് നിങ്ങളൊരു ഗ്രൂപ്പിൽ അംഗമായി കഴിഞ്ഞാൽ നിങ്ങൾ എത്രയധികം ആ ഗ്രൂപ്പിലെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുന്നുണ്ട്, എത്രയധികം കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട്, ഇതിനെയാണ് നമ്മൾ ബിറ്റ്വീൻനെസ് എന്ന് പറയുന്നത്. നിങ്ങളൊരു ഗ്രൂപ്പിൽ അംഗമായി നിങ്ങൾ സൈലന്റ് ആയിരുന്നാൽ നിങ്ങളുടെ ബിറ്റ്വീൻനെസ് കുറവാണ്. കാരണം നിങ്ങളിലൂടെ അല്ലാതെ ഒരുപാട് ട്രാൻസാക്ഷനുകൾ കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം, ചില സ്റ്റുഡൻസ് ചില ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്, യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല, അങ്ങേയറ്റം പോയാൽ ഒരു അറ്റൻഡൻസിന്റെ റെസ്പോൺസ് മാത്രം വരും. അപ്പൊ അവർക്ക് ബിറ്റ്വീൻനെസ് കുറവാണ്. ബിറ്റ്വീൻനെസ് കൂടുതലുള്ള വ്യക്തികൾക്ക് നോർമൽ കേസിൽ പവർ കൂടുതലുണ്ടായിരിക്കും, സ്വാധീനം കൂടുതലുണ്ടായിരിക്കും, വിസിബിലിറ്റി കൂടുതലുണ്ടായിരിക്കും. അപ്പൊ കൂടുതൽ ബിറ്റ്വീൻനെസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ പവർഫുൾ ആണ്. ഹയർ ബിറ്റ്വീൻനെസ് ഉള്ള ആളുകൾ സാധാരണ ഗേറ്റ് വേ നോഡുകളായി അറിയപ്പെടുന്നു. എല്ലാ കാര്യത്തിലും അവർക്ക് അഭിപ്രായമുണ്ട്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ബിറ്റ്വീൻനെസ്, അവരിലൂടെ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പൊ അവരൊരു ഗേറ്റ് വേ നോഡായി പോകുന്നു. അപ്പൊ ഒരു ഗേറ്റ് വേ നോഡായി തരുന്നത് നമ്മുടെ തന്നെ ഗ്രൂപ്പുകൾ എടുത്താൽ നമുക്കറിയാം അല്ലെ, ചില വ്യക്തികൾ ഗേറ്റ് വേ നോഡുകളാണ്. ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അവർ ഒരുപാട് കാര്യങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പലരും പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരെ ഏൽപ്പിക്കുന്നു. അപ്പൊ അവര് ഇൻഫർമേഷൻ ഫ്ലോയുടെ ഒരു ഗേറ്റ് ആയി മാറുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ഗേറ്റ് വേ ആയിട്ടുള്ള മെമ്പേഴ്സ് കൂടുതൽ അവർക്ക് ബിറ്റ്വീൻനെസ് ഉണ്ടെങ്കിൽ അവര് പവർഫുൾ ആവുകയും ഗേറ്റ് വേ ആവുകയും ചെയ്യും. ഇത്തരം ഗേറ്റ് വേ മെമ്പേഴ്സ് മറ്റു ഗ്രൂപ്പുകളിലും ഇതുപോലെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ, മറ്റു ഗ്രൂപ്പുകളിൽ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ബിറ്റ്വീൻനെസ് കുറവാണെങ്കിലും അവർ പവർഫുൾ ആയി തീരുന്നു. ബാക്കി ഗ്രൂപ്പുകളിൽ അവർക്ക് ബിറ്റ്വീൻനെസ് കുറവാണ്, പക്ഷെ എല്ലാ ഗ്രൂപ്പിലും അവരുണ്ട്. അങ്ങനെ വരുമ്പോൾ
വേണ്ടി വന്നാൽ അവർക്ക് പവർ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനാണ് നമ്മൾ ഗേറ്റ്വേ നോഡ്സും പവറും തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ബിറ്റ്വീൻനെസ്സിലൂടെയാണ് ഗേറ്റ്വേ നോഡ്സ് സൃഷ്ടിക്കപ്പെടുന്നത്. ബിറ്റ്വീൻനെസ് ആണ് ഗേറ്റ്വേ നോഡ്സിന് പവർ കൊടുക്കുന്നത്. ഇതാണ് ബിറ്റ്വീൻനെസ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ സെൻട്രാലിറ്റി ഒരു വ്യക്തി, ബിറ്റ്വീൻനെസ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്, നമ്പർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ ഇടയിലൂടെ പോകുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ബിറ്റ്വീൻനെസ് എന്ന സങ്കല്പത്തിലെത്തുന്നു. അടുത്തത് ക്ലോസ്നെസ്. ക്ലോസ്നെസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയും മറ്റു വ്യക്തികളുമായുള്ള അടുപ്പത്തെ സൂചിപ്പിക്കുന്നതിനെ നമ്മൾ ക്ലോസ്നെസ് എന്ന് പറയും. ഓരോ വ്യക്തിയും മറ്റു വ്യക്തികളുമായിട്ടുള്ള അടുപ്പം. ബിറ്റ്വീൻനെസ് കൂടുതൽ ഉണ്ടായതുകൊണ്ട് ക്ലോസ്നെസ് ഉണ്ടാവണമെന്നില്ല, അല്ലെ? ക്ലാസ് ടീച്ചർക്കിലൂടെ എല്ലാ കമ്മ്യൂണിക്കേഷൻ ഒരു ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. ക്ലാസ് ടീച്ചർ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ക്ലാസ് ടീച്ചറുടെ അടുപ്പം ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിനാണ് നമ്മൾ ക്ലോസ്നെസ് എന്ന് പറയുന്നത്. ക്ലോസ്നെസ് എന്ന് പറഞ്ഞാൽ മറ്റു വ്യക്തികളുമായിട്ടുള്ള ഗ്രൂപ്പിലെ ഒരു വ്യക്തിക്കുള്ള അടുപ്പം. ഈ അടുപ്പത്തിലൂടെയാണ് ആ വ്യക്തിക്ക് മറ്റു വ്യക്തികളിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കാനും മറ്റു വ്യക്തികളിൽ നിന്ന് ഇൻഫർമേഷൻ സ്വീകരിക്കാനും സാധിക്കുന്നത്. അടുപ്പം, ക്ലോസ്നെസ്. അടുത്തത് ഡിഗ്രി. ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് മറ്റ് വ്യക്തികളുമായി മറ്റെത്ര വ്യക്തികളുമായി സമ്പർക്കമുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ലിങ്ക്സ് അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് നോട്ട്സ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിക്ക്, ഒരു ഗ്രൂപ്പിലെ ഒരു വ്യക്തിക്ക് മറ്റു വ്യക്തികളുമായി കണക്ഷൻ ഉള്ളതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ 60 കുട്ടികളുള്ള ഒരു ഗ്രൂപ്പിൽ അംഗമായ കുട്ടിക്ക് ഡിഗ്രി എന്ന് പറയുന്നത് 60 ലിങ്ക്സ് ആണുള്ളത്. 60 കുട്ടികളായിട്ടാണ് ആ കുട്ടിക്ക് കണക്ഷൻ ഉള്ളത്. അങ്ങനെ 5 ഗ്രൂപ്പിൽ അംഗമായ കുട്ടിക്ക് ഒരുപക്ഷെ 300 ലിങ്ക്സ് ഉണ്ടായിരിക്കും. 15 ഗ്രൂപ്പിൽ അംഗമായ കുട്ടിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ 1000 ലിങ്ക്സ് ഉണ്ടായിരിക്കും. എത്ര ആളുകളുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്, എത്ര ആളുകളുമായിട്ടാണ് നമുക്ക് കണക്ഷൻ ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കൂടുതൽ ആളുകളുമായിട്ട് കണക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ആ ഗ്രൂപ്പിൽ ഉണ്ടാകും. മോർ യുവർ നമ്പർ ഓഫ് ലിങ്ക്സ്, ദ മോർ ഇൻഫ്ലുവൻസ് യു ഹാവ് ഇൻ ദ ഗ്രൂപ്പ്. അപ്പൊ ഇതാണ് നമ്മൾ ഇതിൽ കാണുന്ന ഒരു 4 സെപ്പറേറ്റ് ടേംസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. 1 സെൻട്രാലിറ്റി, 2 ബിറ്റ്വീൻനെസ്, 3 ക്ലോസ്നെസ്, 4 ഡിഗ്രി എന്ന് പറയുന്ന 4 കാര്യങ്ങളാണ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിലെ ഫണ്ടമെന്റൽ ആയ ടെർമിനോളജി ആയി നമ്മൾ മനസ്സിലാക്കുന്നത്. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിന്റെ നീഡ് എന്താണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിന്റെ നീഡ്? നമുക്കറിയാം, സോഷ്യൽ നെറ്റ്വർക്കിലൂടെ ധാരാളം ഡേറ്റ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ ധാരാളം ഡേറ്റ ഉൽപ്പാദിപ്പിക്കുന്നു. ഓരോ ട്രാൻസാക്ഷനും 60 പേരായിട്ട് ഒരു ക്ലാസ്സിലെ ഒരു വ്യക്തി ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഈ 60 പേര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ഡേറ്റയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 60 പേരും റെസ്പോണ്ട് ചെയ്യുന്നു. ചിലർ പിക്ചേഴ്സിലൂടെ റെസ്പോണ്ട്, ചിലർ ജിഫ് ഇടുന്നു, ചിലർ ഒരു ജെപെഗ് ഇടുന്നു, അങ്ങനെ പല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു. അപ്പോൾ ഡേറ്റ ഇത്ര അധികം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ കൂടുതൽ എഫിഷ്യന്റ്, കൂടുതൽ ഫാസ്റ്റർ മെത്തേഡ്സ് ഈ ഡേറ്റ പ്രോസസ് ചെയ്യാൻ വേണം. 1. രണ്ടാമത്തേത്, ഓരോ ഗ്രൂപ്പിലും സിഗ്നിഫിക്കന്റ് ആയ വ്യക്തി ആരാണ്, അല്ലെങ്കിൽ പല ഗ്രൂപ്പുകൾ ഉള്ളതിൽ പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നമ്മളുടെ കയ്യിൽ മാർക്കറ്റിങ്ങിന് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉള്ളൂ. അത് സമയമായാലും പണമായാലും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏത് ഗ്രൂപ്പുകളാണ് നമുക്ക് ക്രിട്ടിക്കലായ ഗ്രൂപ്പുകൾ, ഗ്രൂപ്പിലെ ഏത് വ്യക്തികളെയാണ് നമ്മൾ സ്വാധീനിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിയെ സ്വാധീനിച്ചാൽ ഗ്രൂപ്പിലെ മുഴുവൻ ആളുകളെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ 10 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇതിൽ 4 ഗ്രൂപ്പ് മാത്രമേ നമുക്ക് വേണ്ട ഗ്രൂപ്പുകൾ ഉള്ളൂ. നമ്മളുടെ ഉൽപ്പന്നങ്ങളുമായി സിമിലാരിറ്റി, അതിനോട് താല്പര്യമുള്ള കാര്യങ്ങളുള്ള ഗ്രൂപ്പുകൾ 10 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ 4 പേർക്ക് നമ്മളുടെ താല്പര്യങ്ങളുമായി ബന്ധമുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പുകളെ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ആ ഗ്രൂപ്പുകളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതില്ല. മറ്റൊന്ന്, ഗ്രൂപ്പുകൾക്ക് കാലങ്ങളനുസരിച്ച് മാറ്റം വരും. PSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അതിൽ 90% പേർക്കും PSC കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പിനെ നമ്മൾ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ആ ഗ്രൂപ്പിന് നമ്മൾക്ക് റിലവൻസ് ഇല്ല. ഗ്രൂപ്പ് ഡൈനാമിക് ആണ്. ഗ്രൂപ്പിന് നമ്മളോടുള്ള താല്പര്യങ്ങളിൽ മാറ്റം വരാം. ഗ്രൂപ്പിന് ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് അടുത്ത ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയും അപ്പൊ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തുന്നു. കോളേജ് സ്റ്റുഡൻസിന്റെ ആയിരുന്ന സമയത്ത് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുന്ന താല്പര്യങ്ങളായിരിക്കില്ല ആലുമിനി കോളേജിൽ നിന്ന് പാസ് ഔട്ടായി ആലുമിനി അസോസിയേഷനായി ആ ഗ്രൂപ്പ് മാറിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങളിൽ വ്യത്യാസം വരും. അപ്പൊ ഈ താല്പര്യങ്ങൾ വരുന്ന വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇതേ ഗ്രൂപ്പിനെ തന്നെ നമ്മൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരത്തിലുള്ള പാകപ്പിഴകൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഗ്രൂപ്പിലുള്ള ബന്ധങ്ങളുടെ ആഴം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ
ഗ്രൂപ്പിൽ ഒരാളെ സ്വാധീനിച്ചാൽ ബാക്കിയുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കുമോ? ഒരാൾ പറഞ്ഞ അഭിപ്രായം ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ളവർ വിലക്കെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാം. ഗ്രൂപ്പിലെ ബന്ധങ്ങൾ എത്രമാത്രം സുദൃഢമാണ്, അത് എത്രമാത്രം നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട്, ബന്ധങ്ങളുടെ ആഴം എത്രയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്കത് ഗുണപ്രദമാകുമോ, നമുക്ക് ദോഷം ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിന്റെ നീഡ് എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള അല്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത് ബേസിക്. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സാമൂഹികമായി മനുഷ്യർ പരസ്പരം ഇടപഴകുന്നതിൽ നിന്നുള്ള ഗ്രൂപ്പുകളിലൂടെ ഇടപഴകുമ്പോൾ അതിനെ നമ്മൾ സ്റ്റഡി ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് ഡിജിറ്റൽ മീഡിയയിലൂടെ ഉണ്ടാകുന്ന ഗ്രൂപ്പുകളിൽ ആളുകൾ അവരുടെ ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ, എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിനെ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയുന്നത്. സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിൽ പ്രധാനമായിട്ട് 4 ടേംസ് ആണുള്ളത്. 1 സെൻട്രാലിറ്റി, 2 ബിറ്റ്വീൻനെസ്, 3 ക്ലോസ്നെസ്, 4 ഡിഗ്രി. സോഷ്യൽ നെറ്റ്വർക്ക് എന്തുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് എന്നും നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. അപ്പൊ ഇത്രയുമാണ് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിനെ കുറിച്ചുള്ള ഒരു ഫണ്ടമെന്റൽ ഡിസ്കഷൻ. ബേസിക് ടെർമിനോളജികൾ എന്തെല്ലാമാണ്, സോഷ്യൽ നെറ്റ്വർക്ക് സ്റ്റഡിയുടെ നീഡ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സോഷ്യൽ നെറ്റ്വർക്ക് അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാം. Until we meet up for that, goodbye and thanks.